അന്നേരം പ്രാർത്ഥിക്കത്തില്ല. നമ്മുടെ കപ്പാസിറ്റിയുടെ ഡെഡ് എൻഡിൽ എത്തുമ്പോഴാണ് സാധാരണഗതിയിൽ മനുഷ്യൻ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്, ആശ്രയിച്ചു തുടങ്ങുന്നത്. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യൻ ജീവിതത്തിലെ മിക്കവാറും എല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിച്ച് പരിശീലിക്കും, എന്ത് കാര്യം ചെയ്യുമ്പോഴും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്റെ ഏത് പ്രവൃത്തിയും ദൈവവിചാരത്തോടുകൂടി ആകട്ടെ, അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ഏത് പ്രവൃത്തിയും ദൈവവിചാരത്തോടുകൂടെ ആവട്ടെ. അതുകൊണ്ടൊരു യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് അതെന്തായാലും പ്രാർത്ഥിക്കും. പള്ളിയിൽ പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഒരു കാര്യത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാം, വലുതാവട്ടെ ചെറുതാവട്ടെ, ഒരു സെക്കൻഡെങ്കിലും കർത്താവേ അതിനകത്തൊന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അവനവന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിന് മലയാളത്തിൽ വിളിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല വാക്കിന്റെ പേരാണ് അഹങ്കാരം. അപ്പൊ യേശു, യോഹന്നാൻ 17, യേശു തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി രണ്ടാമതായിട്ട് യേശു ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? 17:6 വായിക്കുക. 17-ാം അധ്യായം 6-ാമത്തെ വാക്യം, ലോകത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് നൽകിയവർക്ക് അവിടുത്തെ നാമം ഞാൻ വെളിപ്പെടുത്തി, അവർ അങ്ങയുടേതായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം, ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ്. അപ്പൊ രണ്ടാമത് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? ദൈവം തന്നിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരെയൊക്കെയാ ദൈവം തന്നത്? നമ്മുടെ എല്ലാ ബന്ധങ്ങളും ദൈവം തന്നതാണ്. എല്ലാ ബന്ധങ്ങളും ദൈവം തന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഭാര്യ, ഭർത്താവ്, അപ്പൻ, അമ്മ, മക്കള്, സഹോദരങ്ങള്, കൂട്ടുകാര്, സുഹൃത്തുക്കള്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, നമ്മളെ പരിചയമുള്ളവര്, കൂട്ടായ്മയിലുള്ളവര്, അങ്ങനെ പെട്ടെന്ന് പേര് പറഞ്ഞോർക്കാവുന്ന എല്ലാവരെയും നമ്മുടെ അനുദിന പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത്. ഇനി ഈശോ മൂന്നാമതായി ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? വാക്യം 20 നിർത്തി ഉച്ചത്തിൽ വായിക്കുക. വാക്യം 20, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പസ്തോലന്മാര് പകർന്നു തന്ന വിശ്വാസം കേട്ട്, അവരുടെ അനന്തര തലമുറകൾ പകർന്നു തന്ന വിശ്വാസം കേട്ട് യേശുവിൽ വിശ്വസിച്ചവരാണ്. അപ്പൊ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ? പറയുന്ന എനിക്ക് വേണ്ടിയും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയും